തിരുവനന്തപുരത്ത് വൻ നിക്ഷേപ തട്ടിപ്പ്. ഗ്രാവിറ്റി വെഞ്ചേഴ്സ് നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ 21 കോടി രൂപയാണ് തട്ടിയത്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ മാത്രം 17 പരാതികൾ ആണ് ലഭിച്ചത്. സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിലായി. ഗ്രാവിറ്റി വെഞ്ചേഴ്സ് നിധി ലിമിറ്റഡ് എന്ന പേരിൽ നിരവധി നിക്ഷേപകരിൽ നിന്നായി 21 കോടി രൂപയോളം തട്ടിയെടുത്ത സ്ഥാപനത്തിനെതിരെയാണ് നിയമ നടപടി ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഗ്രേവിയൻ അസോസിയേഷൻ എന്ന പേരിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. ശാസ്തമംഗലത്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ 5ഓളം മറ്റ് ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളിലൂടെ 12.5% പലിശയ്ക്ക് നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. പിന്നീട് ഇങ്ങനെ 21 കോടി രൂപ ഈ 5 ബ്രാഞ്ചുകളിലൂടെയായി ആ നിക്ഷേപമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പരാതികളിൽ നിന്ന് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. 2023 മുതൽ ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ മ്യൂസിയം പോലീസിനും നെടുമങ്ങാട് പോലീസിനുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തന്നെ ബഡ്സ് ആക്ട് പ്രകാരം ഈ സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ 17ഓളം പരാതികൾ ഒരുമിച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുകയും തുടർ നടപടികളുടെ ഭാഗമായി FIR രജിസ്റ്റർ ചെയ്ത് ഈ മാനേജിംഗ് ഡയറക്ടർമാർ, ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളായ ബിജു കുമാരസ്വാമിയെ, മാർത്താണ്ഡം സ്വദേശിയായ ബിജുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. 3 മാനേജിംഗ് ഡയറക്ടർമാരാണ് സ്ഥാപനത്തിലുള്ളത്. അതിൽ പ്രധാനിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ബിജു കുമാരസ്വാമി. നിരവധി നിക്ഷേപകരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ ഈ ശാസ്തമംഗലത്തെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ നിക്ഷേപമായി ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിശദാംശങ്ങൾ. ഏതാണ്ട് 100ഓളം പരാതികൾ ഇനിയും ലഭിച്ചേക്കുമെന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. വ്യാപകമായ ഒരു അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മ്യൂസിയം പോലീസും നെടുമങ്ങാട് പോലീസുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്കോ മറ്റേതെങ്കിലും ഏജൻസികളിലേക്കോ കൈമാറുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ലഭിച്ച അന്വേഷണത്തിലൂടെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബിജു കുമാരസ്വാമിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ശാസ്തമംഗലത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18.